Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 2 വരുന്ന ടോപ്പിക് ആണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ? അതായത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഈസ് ആൻ അബ്സ്ട്രാക്ട് മോഡൽ ഓഫ് എ computer. Okay, the instruction set of a computer specify the primitive commands or machine instruction. അത് യൂസ് ചെയ്യുന്നത് ആരാണ്? പ്രോഗ്രാമർ ആണ് അല്ലേ? അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഗ്രാമിംഗ് ദി മെഷീൻ. ഓക്കെ, അതുപോലെ the complexity of an instruction set is attributed to the instruction formats, data formats, addressing mode, general purpose registers, opcode specification and flow control mechanisms used. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് രണ്ട് ആർക്കിടെക്ചർ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് സിസ്ക് അതുപോലെ തന്നെ റിസ്ക്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ ഏർലി ഡേയ്സ് ഓഫ് കമ്പ്യൂട്ടർ ഹിസ്റ്ററി നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ഫാമിലീസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഹാർഡ്വെയർ ആണ്, അതായത് പ്രോസസർ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഹാർഡ്വെയർ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരുന്നു. ഓക്കെ, ദെൻ ദി ഹാർഡ്വെയർ കോസ്റ്റ് ഹാസ് ഡ്രോപ്പ് ആൻഡ് സോഫ്റ്റ്വെയർ കോസ്റ്റ് ഹാസ് ഗോൺ അപ്പ് സ്റ്റെഡ്ലി ഇൻ ദി പാസ്റ്റ് ഡീക്കേഡ്സ്. അപ്പോൾ ഹാർഡ്വെയർ കോസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു, സോഫ്റ്റ്വെയർ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടി. അപ്പോൾ ഹാർഡ്വെയർ കോസ്റ്റ് കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അതായത് കുറച്ചുകൂടെ ഫങ്ഷൻസ് എന്ത് ചെയ്തു? ഇതിലേക്ക് ഹാർഡ്വെയറിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ദി നെറ്റ് റിസൾട്ട് അറ്റ് വൺ സ്റ്റേജ് വാസ് ദാറ്റ് മോർ ആൻഡ് മോർ ഫങ്ഷൻസ് വർ ബിൽറ്റ് ഇൻ ടു ദി ഹാർഡ്വെയർ, മേക്കിംഗ് ദി ഇൻസ്ട്രക്ഷൻ സെറ്റ് ലാർജ് ആൻഡ് കോംപ്ലക്സ്. അപ്പോൾ കോംപ്ലക്സ് ആയി, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഹാർഡ്വെയറിലുണ്ട് അല്ലേ? The growth of instruction set was also encouraged by the popularity of microprogram control in the 1960s and 1970s. Even user-defined instruction sets were implemented using microcodes in some processor for special purpose applications. അപ്പോൾ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ തുടങ്ങി, അപ്പോൾ ഹാർഡ്വെയർ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഹാർഡ്വെയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഫങ്ഷൻസ് ആഡ് ചെയ്തു. അതായത് കുറച്ചും കൂടെ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ? അതായത് പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ എന്ത് വേണ്ടി വരും? കോംപ്ലക്സ് ആയുള്ള ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും അല്ലേ? അപ്പോൾ മുന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഹാർഡ്വെയറിന്റെ പ്രോബ്ലം ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹാർഡ്വെയറിന്റെ കോസ്റ്റ് കുറച്ചപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഫംഗ്ഷൻസിനെ കുറച്ചും കൂടെ ആഡ് ചെയ്തു അല്ലേ? ആഡ് ചെയ്തു. അപ്പോൾ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ approximately 120 to 350 instructions ഉണ്ടായിരിക്കും and using variable instruction or data formats. അതുപോലെ തന്നെ 8 to 24 general purpose registers യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? and execute a large number of memory reference operations based on more than a dozen addressing modes. അതുപോലെ തന്നെ high level language statements, അതാണ് HLL എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇൻ ഹാർഡ്വെയർ ഓർ ഫേംവെയർ ഇൻ എ സിസ്ക് ആർക്കിടെക്ചർ. അപ്പൊ അതുപോലെ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അതായത് സിംപ്ലിഫൈ ദി കമ്പൈലർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഇംപ്രൂവ് എക്സിക്യൂഷൻ എഫിഷ്യൻസി. അതുപോലെ ഫസ്റ്റ് തന്നെ സ്കേലാർ ഇൻസ്ട്രക്ഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേലാർ ഇൻസ്ട്രക്ഷൻ എന്ന്, പിന്നെ വെക്ടർ ഇൻസ്ട്രക്ഷൻ, പിന്നെ ഫൈനലായിട്ട് സിംബോളിക് ഇൻസ്ട്രക്ഷനിലേക്കുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നു. ആൻഡ് അലോ ആൻഡ് എക്സ്റ്റൻഷൻ ഫ്രം സ്കേലാർ ഇൻസ്ട്രക്ഷൻസ് ടു വെക്ടർ ആൻഡ് സിംബോളിക് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ after 2 decades of using CISC processors, computer designers began to reevaluate the performance relationship between instruction set architecture and available hardware or software technology. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ
കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതായത് CISC പ്രോസസ്സേഴ്സ് അതായത് CISC ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 120 to 350 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതിൽ 25% ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്. അതായത് 75% ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻ മാത്രമാണ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്, കുറേ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതായത് ഒരു ചിപ്പ് നോക്കുമ്പോൾ ആ ചിപ്പിലെ വാല്യുബിൾ ചിപ്പ് ഏരിയാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, വേസ്റ്റ് ആയി പോവാണ് അല്ലേ? കുറേ ഏരിയ വേസ്റ്റ് ആയി പോവാണ്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാത്ത ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ അതെല്ലാം തന്നെ സോഫ്റ്റ്വെയറിലോട്ട് എന്ത് ചെയ്യാൻ പോവാണ്, പുഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ, with low frequency elaborate instructions demanding long microcodes to execute them. It might be more advantageous to remove them completely from the hardware. അതായത് ലോ ഫ്രീക്വൻസി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ലോങ് മൈക്രോ കോഡ്സ് ആവശ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാർഡ്വെയറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയറിലോട്ട് അതിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആൻഡ് റിലേ ഓൺ സോഫ്റ്റ്വെയർ ടു ഇംപ്ലിമെന്റ് ദം. Even if the software implementation was slow, the net result would be still a plus due to their low frequency of appearance. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, സോഫ്റ്റ്വെയറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എന്താ, കുറച്ചുകൂടെ സ്ലോ ആവും. കാരണം ഈ യൂസ് ചെയ്യാത്ത എല്ലാ ഇൻസ്ട്രക്ഷൻസിലൊക്കെ ആഡ് ചെയ്യാൻ പോവാണ് അല്ലേ? പക്ഷേ അവിടെ എന്തായിരുന്നു, ആ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതിൽ ലോ ഫ്രീക്വൻസി ആണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് വരുന്നില്ല. ഓക്കെ, then pushing rarely used instructions into software would vacate chip area for building more powerful RISC or superscalar processors. അപ്പോൾ rarely യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം സോഫ്റ്റ്വെയറിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് എന്താ, ആ ചിപ്പ് ഏരിയ അല്ലേ, അതായത് അനാവശ്യമായുള്ള ഇൻസ്ട്രക്ഷൻസ്, ആവശ്യമല്ലാത്ത ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതിൽ നിന്ന് കളഞ്ഞു. എന്നിട്ട് കുറച്ചുകൂടെ പവർഫുൾ ആയുള്ള RISC or superscalar processors എന്ത് ചെയ്തു, ബിൽഡ് ചെയ്തെടുത്തു. ഓക്കെ, ഈവൻ വിത്ത് on-chip caches of floating point units and hardware control would allow faster clock rates. Okay. അപ്പോൾ ഇവിടെ RISC ഇൻസ്ട്രക്ഷൻ സെറ്റ് ആവുമ്പോൾ അതിൽ ലെസ് ദാൻ 100 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുള്ളൂ വിത്ത് എ ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, 32 ബിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 3 to 5 സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസും രജിസ്റ്റർ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നത് ലോഡ് ഓർ സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് വഴിയാണ്. അതുപോലെ എ ലാർജ് രജിസ്റ്റർ ഫയൽ ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ഫാസ്റ്റ് കോണ്ടാക്ട് സ്വിച്ചിങ് എമംഗ് മൾട്ടിപ്പിൾ യൂസേഴ്സ്. അതുപോലെ തന്നെ മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് 1 സൈക്കിളിലായിരിക്കും വിത്ത് ഹാർഡ്വെയർ കൺട്രോൾ. The resulting benefits include a higher clock rate and lower CPI, which leads to higher processor performance. Okay. ഇനി നമുക്ക് നോക്കേണ്ടത് ആർക്കിടെക്ചറൽ ഡിസ്റ്റിങ്ഷൻസ്. അപ്പോൾ ഹാർഡ്വെയർ ഫീച്ചേഴ്സ് ബിൽഡ് ഇൻ ടു CISC ആൻഡ് RISC പ്രോസസ്സേഴ്സ് ആർ കമ്പയർഡ് ബിലോ. ഓക്കെ, ഒരു ഫിഗർ ഉണ്ട്. ഫിഗർ ഷോ ദി ആർക്കിടെക്ചറൽ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ CISC ആൻഡ് RISC. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പം അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് ദി CISC ആർക്കിടെക്ചർ വിത്ത് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ആൻഡ് യൂണിഫൈഡ് കേഷെ. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ ദി RISC ആർക്കിടെക്ചർ വിത്ത് ഹാർഡ്വെയർ കൺട്രോൾ ആൻഡ് സ്പ്ലിറ്റ് ഇൻസ്ട്രക്ഷൻ കേഷെ ആൻഡ് ഡാറ്റ കേഷെ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് എന്താ, മെയിൻ മെമ്മറി ഉണ്ട്, കേഷെ ഉണ്ട്, ദെൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ പാത്ത് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ മെമ്മറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സെയിം പാത്താണ്, അതായത് ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഡാറ്റ എന്ന് പറയുന്നത് സെയിം പാത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യാണ്. ഇവിടെ ഒരു സിംഗിൾ കേഷയാണ് ഉള്ളത്, അതായത് ഇതിലാണ് ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഡാറ്റയും എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് ഇല്ല. ഓക്കെ, ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാലോ, ഇവിടേക്ക് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ കേഷെ ഉണ്ട്, ഡാറ്റ കേഷെ ഉണ്ട്, രണ്ടിനും സെപ്പറേറ്റ് ആണുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം.
Conventional CISC architecture uses a unified cache for holding both instructions and data. Therefore, they must share the same data or instruction path. RISC ആണെങ്കിലോ അവിടെ എന്ന് പറഞ്ഞാൽ separate instruction and data caches ആണുള്ളത് അല്ലേ, are used with different access path. അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ however exception do exist. Okay, in other words, CISC processors may also use split caching. അപ്പോൾ ട്രഡീഷണൽ സിസ്കിൽ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ആണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ റിസ്ക് ആണെങ്കിലോ ഹാർഡ്വെയർ കൺട്രോൾ ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ സിസ്ക് പ്രോസസറിൽ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത് റോം ആണ്. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. ഇനി മോഡേൺ സിസ്ക് ആണെങ്കിൽ മോഡേൺ സിസ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ്വെയർ കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, അതായത് കാഷെ സ്പ്ലിറ്റ് ആവും, അതായത് ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഡാറ്റയ്ക്ക് വേണ്ടി. ആൻഡ് ഹാർഡ്വെയർ കൺട്രോൾ ആർ നോട്ട് ടുഡേ എക്സ്ക്ലൂസീവ് ഇൻ റിസ്ക് മെഷീൻസ്. ഓക്കെ, അപ്പോൾ യൂസിങ് ഹാർഡ്വെയർ കൺട്രോൾ റെഡ്യൂസസ് ദി CPI effectively to one instruction per cycle if pipelining is carried out perfectly. അപ്പോൾ ഈ ഒരു കേസ്, അതായത് പൈപ്പ്ലൈനിന്റെ കേസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, സം CISC processors also use split caches and hardware control such as MC68046 and I586. Okay. ഇനി നമുക്ക് നോക്കേണ്ടത് characteristics of typical CISC and RISC architecture. Okay. അപ്പോൾ അതൊരു ടേബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ compare the main features of typical RISC and CISC processor. അപ്പോൾ ഇവിടെ comparison involve 5 areas. എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ സെറ്റ്, അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഫയൽ ആൻഡ് cache ഡിസൈൻ, എക്സ്പെക്റ്റഡ് CPI ആൻഡ് കൺട്രോൾ മെക്കാനിസം. Then clock rates of modern CISC and RISC processors are comparable. അപ്പോൾ CISC processorന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്, അതായത് ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലേ. ദി ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ഇൻ എൻ CISC processor is the result of using variable format instructions, integer, floating point and vector data, and of using over adjacent different addressing mode. ഇവിടെ എന്ന് പറയുമ്പോൾ വേരിയബിൾ ഫോർമാറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. Then furthermore, with few GPRS, many more instructions access the memory for operands. The CPI is thus high as a result of long microcodes used to control the execution of some complex instructions. Okay. ഇനി റിസ്ക് പ്രോസസ്സിന്റെ കേസ് ആണെങ്കിലോ 32-bit ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതും രജിസ്റ്റർ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഫ്യൂ സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് യൂസ് ചെയ്യുക. ദി മെമ്മറി ആക്സസ് സൈക്കിൾ ഈസ് ബ്രോക്കൺ ഇൻ ടു pipeline access operations involving the use of caches and working registers. Okay, അപ്പോൾ ഇവിടെ using a large register file and separate instruction and data cache അല്ലേ, separate caches ആണ്. Benefits: internal data forwarding and eliminating unnecessary storage of intermediate result. ഇവിടെ എന്ന് പറയുന്നത് ലാർജ് രജിസ്റ്റർ ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ കേഷസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ്, അതായത് അൺനെസറി സ്റ്റോറേജിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, ദെൻ വിത്ത് ഹാർഡ്വെയർ കൺട്രോൾ ദി CPI ഈസ് റെഡ്യൂസ്ഡ് ടു 1 for most RISC ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടിപ്പിക്കൽ CISC ആൻഡ് RISC ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആർക്കിടെക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് സൈസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. അപ്പോൾ സിസ്കിന്റെ കേസ് എടുക്കുമ്പോൾ ലാർജ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് അല്ലേ, വിത്ത് വേരിയബിൾ ഫോർമാറ്റ്സ് ആണ്. ഇവിടെയാണെങ്കിലോ സ്മോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് വിത്ത് ഫിക്സഡ് 32-bit ഫോർമാറ്റ് ആണ്. അപ്പം അതിൽ മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് രജിസ്റ്റർ ബേസ്ഡ് ആണ് അല്ലേ. ഇനി അടുത്ത കാരക്ടറിസ്റ്റിക്സ് എന്താ, അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പം അതെന്ന് പറയുന്നത് സിസ്കിന്റെ കേസിൽ 12 to 24 ആണ്, ഇവിടെ എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു 3 to 5. ഇനി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആൻഡ് cache ഡിസൈൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 8 to 24 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അതുപോലെ cache എന്ന് പറയുന്നത് എങ്ങനെയാണ്, യൂണിഫൈഡ് cache ആണ് അല്ലേ, ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ. റീസെന്റ് ഡിസൈൻ ഓൾസോ യൂസ് സ്പ്ലിറ്റ് cache. ഇവിടെ ആവുമ്പോഴോ
large numbers 32 to 192 of general purpose registers ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ with mostly split data cache and instruction cache. നമ്മൾ അതിന്റെ ട്രഡീഷണൽ RISC ആർക്കിടെക്ചർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നതാണ് അല്ലേ, അതായത് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ caches ആണ് ഉള്ളത്. ഓക്കെ, ഇനി CPI between 2 and 15. ഇവിടെയാണെങ്കിലോ 1 cycle for almost all instructions and an average CPI less than 1.5. ഓക്കെ, ഇനി CPU control. CISC കേസ് ആണെങ്കിൽ earlier micro coded using control memory ROM, but modern CISC also uses hardware control. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇവിടെയാണെങ്കിൽ hardware without control memory. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. എളുപ്പമാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല, അത് എളുപ്പമാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കേണ്ടത് CISC പ്രോസസ്സർ അതുപോലെ തന്നെ RISC പ്രോസസ്സർ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.